എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ജാനകി ദേവേനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുവാണ്. ആ സമയം ആദർശം ജയനും കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ജാനകി ചോദിച്ചു, അല്ല ഏടത്തേക്ക് എങ്ങനെയുണ്ടെന്ന് നിൽക്കുക, ഇപ്പൊ കുഴപ്പമില്ല, സംസാരിക്കാനൊക്കെ തുടങ്ങിയെന്ന് പറയാം. ശരി, ഞാൻ ഏടത്തിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ദേവേന്റെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം ദേവേന് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുവാണ്. പിന്നീട് ജാനകി എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഏടത്തി, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കാം. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നാൽ മതി എന്നുള്ളതെന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല ഏടത്തി, പെട്ടെന്ന് സുഖമായിട്ട് വീട്ടിലേക്ക് വരുമെന്ന് പറയാം. അല്ല അച്ഛനും അമ്മയ്ക്കും എന്തെടുക്കുന്നു, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു പറയാം. അവളങ്ങോട്ട് വന്നില്ലല്ലോ അല്ലേ ആ നയന? ഇല്ല ഏടത്തി, അവൾ അവളുടെ വീട്ടിലാന്നാ പറഞ്ഞേ, ഇനിയിപ്പോ ഉടനെ ഒന്നും വരുന്നില്ലെന്നാ പറഞ്ഞേ. ആദർശ് മലയ്ക്ക് പോയിട്ട് വന്നിട്ടാ അങ്ങോട്ട് വരുന്നുള്ളെന്ന്. അങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു പറയാം. ഇത് കേട്ടതും ദേവേനെ ചോദിച്ചല്ല, അനാമികമോള് വന്നില്ലേന്ന് ചോദിക്കാം. അനാമികമോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, അവളെ പോയി അനിയെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയോട് പോയി കൂട്ടിക്കൊണ്ട് വണമെന്ന്. അനാമികമോള് പാവാണ്, അവളെ നീ ഒരു തരത്തിൽ വിഷമിപ്പിക്കില്ല കേട്ടോ ജാനകി എന്ന് പറയാ. ഇല്ല ഏടത്തി, ഞാൻ അവളെ ഒരു കാരണവശാലും വിഷമിപ്പിക്കില്ല. പക്ഷെ ആ നവ്യ എന്ന് പറഞ്ഞവളുണ്ടല്ലോ, അവളിപ്പോ വീട്ടിലുണ്ട്. അവള് പരമാവധി മോളെ ഉപദ്രവിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അനാമിക മോളെ ആയതുകൊണ്ടാ പിടിച്ചേക്കെന്ന് പറയാം. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. രണ്ടെണ്ണത്തിനെ ഞാൻ അടിച്ചിറക്കുന്നുണ്ട്. ഇനി അവള് വീട്ടിൽ പോയിട്ട് അവള് ഒരിക്കലും അങ്ങോട്ട് തിരികെ വരില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് ജാനകിയോട് ചോദിച്ചു, അല്ല ജാനകി, നീ ആ കള്ളു കൊടുത്ത പെൺകുട്ടീനെ കണ്ടായിരുന്നെന്ന് ചോദിക്കും. ഇല്ല കണ്ടില്ല എന്ന് പറയാം. പാവം പെൺകുട്ടി എനിക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ പകുത്തു നൽകാൻ തയ്യാറായി. എന്താന്നും എനിക്കറിയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം അവള് പറഞ്ഞു, ജാനകി പറഞ്ഞു, അതെ ആ കുട്ടീനെ ഇവിടുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയെന്നാ അറിയാൻ കഴിഞ്ഞെന്ന് പറയാം. ആണോ? എനിക്കൊന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പറയാം. ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളാണെ പോലും ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുമെന്ന് ചോദിക്കാം. ജാനകി പറഞ്ഞു, അത് ശരിയാ, ആരാണെങ്കിലും ചെയ്യത്തില്ല. പക്ഷെങ്കില് അനാമികമോള് പറഞ്ഞല്ലായിരുന്നോ കരള് തരാന്ന്? അത് ശരിയാ, അനാമികമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാമികമോളെ പോലെയുള്ള പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കണ്ടു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാ. ഒരു പക്ഷെ ഏടത്തേക്ക് കരള് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനാമിക കരള് പകത്ത് നൽകിയായിരുന്നു പറയാം. ദേവേരി പറഞ്ഞു, അത് ശരിയാ, അവൾക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. കുടുംബത്തോളം സ്നേഹം ആത്മാർത്ഥയോളം ഉള്ളവളാ. ആ നയനെന്ന് പറഞ്ഞവൾ അതൊക്കെ കണ്ടുപഠിക്കട്ടെ എന്ന് പറയാ. ജാനകി പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ടും ഏടത്തി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും എന്റെ മോന് അനിയാണെങ്കിലും ദേ ഏടത്തിയുടെ മോനെ ആദർശാണെങ്കിലും ആ നയനെന്ന് പറയുന്നവൾക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുവെന്ന് പറയണം. അല്ല ഇതിന് മാത്രം എന്തിരുന്നിട്ടാന്ന് എനിക്കറിയില്ല എന്ന് പറയാ. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാത്ത. ഇവിടെ ജയേട്ടനാണെങ്കിലും അതെ, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കുറിച്ച് പറയാനും അവൾക്ക് സ്തുതി പാടാനും മാത്രമേ സമയമുള്ളൂ. ആ സമയത്ത് എനിക്ക് കരള് തന്ന ആ പെൺകുട്ടിനെ കുറിച്ച് പറയുമായിരുന്നെങ്കിൽ പാവം ആ മോളുടെ വാലെ കെട്ടാൻ കൊള്ളൂല. എന്റെ മരുമോള് കണ്ടുപഠിക്കട്ടെ, അവള് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ കരള് പാത്ത് നൽകിയ ആ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടീനെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതിനൊന്ന് കാണാൻ പറ്റിയില്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പിന്നീട് ജാനകി പറഞ്ഞ്, സാരമില്ല ഏടത്തേക്ക് അസുഖമൊക്കെ ഭേദമായിട്ട് വന്നതിന് ശേഷം നമുക്കൊരു ദിവസം ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കാണാന്ന് പറയാം. അത് ശരിയാ, ആദർശനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അവളെ കാണിക്കാനായിട്ട് എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ജാനകി ആദർശനോടും ജയനോടും ഒക്കെ യാത്ര പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആദർശനോട് ജയൻ പറഞ്ഞു, മിക്കവാറും എന്തേലുമൊക്കെ പറഞ്ഞ് പിരികേറ്റിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. നേരത്തെ ആണെങ്കിൽ ജാനകിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ജാനകി ജലജ എല്ലാരും കൂടെ ഒത്തൊരുമിച്ച കളികൾ നടത്തുന്നതെന്ന് പറയാം. ദേവേരുടെ മനസ്സിലേക്ക് എങ്ങനെയൊക്കെ വിഷം കുത്തി നിറയ്ക്കാവോ അങ്ങനെയൊക്കെ കുത്തി നിറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരിപ്പോ കാണാൻ വരുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല. അവര് വന്നിട്ടുണ്ടെങ്കിൽ ദേവേരുടെ മനസ്സിളകുമെന്ന് പറയാം. അവളുടെ മനസ്സിലാക്കിയിട്ട് അവര് പോകാറുള്ളെന്ന് പറയാം. ആദർശ് പറഞ്ഞു, ദേ അച്ഛനാന്ന് ഓർത്ത് വിഷമിക്കണ്ട അച്ഛാ. എത്ര നാളെന്ന് വെച്ചാൽ സത്യങ്ങളൊക്കെ മൂടി വെക്കാൻ പറ്റും. ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് നയനയുടെ നിരപരാധിത്വം അല്ലെങ്കിൽ നയനയുടെ മഹത്വം അമ്മ അറിയുന്ന ഒരു സമയം വരുമെന്ന് പറയാം. ശരി, ഞാനെന്ന് അവളെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ദേവേനെ ചോദിച്ചു, ജാനകി പോയെന്ന് ചോദിക്കുക. അവളിപ്പോ പോയതേ ഉള്ളൂ. ഞാൻ അവളോട് ചോദിച്ചു, ആ കരള് പകത്തു കൊടുത്ത ആ പെൺകുട്ടീനെ കണ്ടോന്ന്, അവളെ കണ്ടുപഠിക്കണം. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന മൂത്ത മരുമോള്. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, നീ ഇപ്പൊ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കണേ? എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ആ കൊച്ചിന്റെ കാണുവാണെങ്കിൽ അതെ അതിന്റെ കാല് തൊട്ട് വന്ദിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ജീവൻ തിരികെ തന്ന
ആ പെൺകുട്ടിയല്ലേ, അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പണ്ടേ മേലേക്ക് പോകാനും. എന്റെ മരുമോള് കാരണം ഞാൻ ഈ കിടപ്പ് കിടക്കേണ്ട വന്നേ. പക്ഷെ എങ്ങുന്നോ വന്നേ എന്റെ ആരോരും അല്ലാത്ത ആ പെൺകുട്ടി എനിക്ക് വേണ്ടിയിട്ട് അത്ര വലിയ ത്യാഗമൊക്കെ ചെയ്തിരിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ജയേട്ടാ. ഇവിടുന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയാം. ജയൻ പറഞ്ഞു, അതെ ആദ്യം നീ ഒന്നും ഭേദമാകട്ടെ, എന്നിട്ട് എന്താണെന്ന് ചെയ്യാന്ന് പറയാം. അതൊന്നും സാരമില്ല ചേട്ടാ, എനിക്ക് പെട്ടെന്ന് ഭേദമാവുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാരണവശാലും ആ നായന എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കയറ്റിയേക്കല്ലെന്ന് പറയണം. അവള് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ഉള്ള മനസ്സമാധാനം കൂടെ പോകും. എന്റെ അസുഖം പെട്ടെന്നൊന്നും കുറയാൻ പോകുന്നില്ലെന്ന് പറയാം. അതോർത്ത് നീ പേടിക്കണ്ട. ഇനിയിപ്പം നായനമോൾ ഇങ്ങോട്ട് ഉടനെ വരത്തില്ലെന്ന് പറയാം. അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം അനന്തപുരിയിലേക്ക് ഉടനെ വരുന്നില്ലെന്ന് പറയാം. ഓ നല്ല കാര്യം, സമാധാനമുണ്ട്. അവളുടെ തിരുമോന്ത കാണണ്ടല്ലോ എന്ന് പറയാം. പിന്നീട് ജയൻ പറഞ്ഞു, നീ ഇങ്ങനെ അധികം സംസാരിക്കേണ്ട ദേവേനെ, നീ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞ് പുറത്തേക്ക് വരുവാണ്. ആദർശ ചേച്ചി എന്ത് പറഞ്ഞ അമ്മ, എനിക്കാണ് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലാൻ തന്നെ മടിയാച്ചാ. എപ്പോ ചെന്നാലും നയനെ കുറിച്ചുള്ള കുറ്റങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോ എനിക്ക് സങ്കടമാവും. എത്രയെന്ന് വെച്ചാ കേട്ടോണ്ടിരിക്കുന്നേ. പാവം നയന ഇതൊന്നും അറിയത്തില്ല, അത് അവൾ അവിടെ ഇരിക്കുമല്ലേ. അമ്മയ്ക്ക് ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ലോ എന്ന് ഓർത്തിട്ടാ. എടാ മോനെ, ദേ എപ്പോ നോക്കിയാലും ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് നയനെ പൂഴ്ത്തി പറയാൻ സമയമുള്ളെന്ന് പറയും. നയനെ പൂഴ്ത്തി പറയാനാ? അതെ, കരള് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. കരള് കൊടുത്ത ആരാ? അല്ലെ നിന്റെ ഭാര്യയല്ലേ, നയനമോളല്ലേ കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്. കരള് പുറത്ത് നൽകിയ പെൺകുട്ടിക്ക് ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്ന ആർക്കാ? നയനക്കല്ലേ പ്രാർത്ഥന കേൾക്കുള്ളൂ. നല്ല പെൺകുട്ടിയാ, എനിക്കൊന്ന് കാണണം, അവളെ കണ്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാ ദേവേനെ അവിടെ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ അത് നയനയാന്ന് അറിഞ്ഞു കഴിയുമ്പോ അമ്മയുടെ പ്രതികരണം എങ്ങനെയാന്നും കൂടെ അറിഞ്ഞാൽ മതി എന്ന് പറയാം. ജയൻ പറഞ്ഞു, ഒരു പക്ഷേ ചിലപ്പം മനസ്സ് മാറാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയണം. പറയാൻ പറ്റില്ല. അമ്മയുടെ സ്വഭാവമല്ലേ അച്ഛാ, എത്രയെന്ന് പറഞ്ഞാലും നീ ആ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണമെന്ന് പറയാം. ഇത് കൂടുതൽ എന്തൊക്കെ അത്ഭുതം സംഭവിക്കാനാണ് ആദർശേ. സ്വന്തം കരള് പകത്ത് സ്വന്തം ജീവൻ അപകടമാണെന്ന് തോന്നിയിട്ട് പോലും അത് പകത്ത് നൽകിയോളാം നയനമോള്. ഇനിയെങ്കിലും ആ മനസ്സ് കാണാൻ പറ്റിയില്ലെങ്കിൽ ദേവേനെ ഒരിക്കലും ഒരു സ്ത്രീയാന്ന് ഞാൻ പറയില്ല. കാരണം ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ജയന്റെ മനസ്സ് ആദർശിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം എല്ലാരും തിരിച്ചറിഞ്ഞിട്ടും അമ്മ മാത്രമാണ് അവളെ തിരിച്ചറിയാത്തെ. ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, പണ്ടൊക്കെയാണ് നമ്മുടെ വാക്കിനൊക്കെ വിലയുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ വീട്ടിലെ പുല്ല് വിലയല്ലേന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴേ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാ നടക്കണേ. ഞാൻ പറയുന്ന എന്റെ വാക്കിന് ആരെങ്കിലും വില കൽപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ എന്ന് പറയാണ്. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ലെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അതൊന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നതെന്ന് പറയണം. അല്ല വസുന്ധരെ, എനിക്ക് തോന്നുന്ന കാര്യമല്ല. നമുക്ക് തളർച്ച ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയും ആശ്രയത്തിൽ നമ്മൾ കഴിയേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതായിരിക്കും. നമ്മൾക്ക് ഇത്ര പ്രായം ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈവിരലിലൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ട നിർത്തുന്ന അവര് ചിലപ്പോൾ നിന്നെന്ന് വരത്തില്ല. നമ്മുടെ കൈ തട്ടി മാറ്റിയിട്ട് പോകുന്ന സമയമായി ഇപ്പോഴ് അറിയാലോ. അതുകൊണ്ട് നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ട സമയത്ത് ഒതുങ്ങി തന്നെ നിൽക്കണമെന്ന് പറയും. ഇത് കേട്ടൻ വസുന്ധര പറഞ്ഞു, അല്ല എന്തിനാ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണേ, ഇതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലോ എന്ന് പറയും. ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് ഞാൻ പറയുക, പണ്ടൊക്കെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജാനകിയാണെങ്കിലും ജലജയാണെങ്കിലും ഒന്നും മിണ്ടായിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ അവരൊക്കെയാണല്ലോ നേർക്കുനേർ നിന്ന് സംസാരിക്കാണ്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? ഞാൻ എവിടെയാലും അടങ്ങി ഒരു മൂലയ്ക്ക് പോകാൻ എനിക്കുള്ള ആയെന്നല്ലേ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്നേ. പിള്ളേരല്ലേ, അവരങ്ങനെയൊക്കെ വിചാരിച്ചെന്നിരിക്കും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് വയ്ക്കണം നമ്മളല്ലേ. അവർക്ക് നല്ല വഴി കൊടുക്കേണ്ട നമ്മളല്ലേ നിൽക്കുക. അത് ശരിയാ, നല്ല വഴി കൊടുക്കേണ്ട നമ്മളാന്ന് പറയാം. അല്ല, നയനമോളെ വിളിച്ചിട്ട് 2 ദിവസമായില്ലേ, ഒരു കാര്യം ചെയ്താലോ? നമുക്ക് നയനമോളെ കാണാനൊന്ന് പോയാലെന്ന് ചോദിക്കാം. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, നമുക്ക് നയനമോളെ കാണാനായിട്ട് പോവാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നയനമോള് വീട്ടിൽ കാണുമായിരിക്കുമല്ലോ, ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറയാം. ഇത് കേട്ടോ വസുന്ധര മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, നമുക്കൊന്ന് നയനമോളെ കണ്ടിട്ട് വരാം എന്ന് പറയാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നയനയെ കാണാനായിട്ട് പോവാണ്. ആ സമയം ഗോവിന്ദനെ കനകയൊന്നും അറിഞ്ഞിരുന്നില്ല മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്ന കാര്യം. പിന്നീട് അവരങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം വീടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അനി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവര് പഴയ വീട്ടിലല്ല താമസിക്കുന്നത്, വേറെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം കനകയും ഗോവിന്ദനും ഞെട്ടിപ്പോയി. കാരണം ഇവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല, നയനയാണ് കരട് കൊടുത്തതെന്നുള്ള കാര്യം. ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ട് എന്താന്ന് പറയാനും പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പത്തേനും ഗോവിന്ദൻ പറഞ്ഞു, ബാ മൂർത്തി സാറെ കയറി വന്നിരിക്കാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കയറിയിരുന്നു. കയറി വെച്ച് നയനമോൾ എന്തേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കനക ചാടി പറഞ്ഞു, അത് പിന്നെ നയനമോള് പുറത്തു വരെ പോയേക്കുവാന്ന് പറയണം. ഞങ്ങള് അവളെ കാണാൻ ഓർത്ത് വന്നാ, കുറച്ച് ദിവസമായി അവളെ കണ്ടിട്ട്.
വിളിച്ചിട്ട് അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് വസുന്ധര പറഞ്ഞു. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നാന്ന് പറയാം. ഉള്ളില്ലാത്തൊരു വെപ്രാളോ ഗോവിന്ദാണ് കനയ്ക്കുള്ളു കള്ളത്തിലോ പറഞ്ഞിരിക്കുന്നത്. അകത്ത് നയന കിടക്കുക. ഈ അവസ്ഥയിൽ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ വിഷമങ്ങളും വേദനകളും കണ്ട ഒരു പക്ഷെ മൂർത്തി സാറിനും വസുന്ധര മുത്തശ്ശിക്ക് സംശയമാവെന്നറിയാം. അവര് സത്യങ്ങളൊക്കെ തിരിച്ചറിയും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഇവര് സംസാരിക്കുന്നതെല്ലാം നയന അകത്ത് കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നയനമോൾ ആ വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ ആ വീട്ടിലെ വിളക്കണഞ്ഞ പോലെയാ അവൾ അവിടെ ഇല്ലാത്ത ഓരോ ദിവസവും. ഇപ്പൊ ശരിക്കും ജാനകിയാളും ജലജയാളും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നയനമോൾ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നയനമോൾ ഉണ്ടാക്കുന്ന ആ കറിയുടെ രുചിയും കാര്യങ്ങളൊന്നും അവരുണ്ടാക്കിയിട്ടൊന്നും ശരിയാകുന്നില്ലെന്ന് പറയാം. ഈ പറഞ്ഞ മുത്തശ്ശനാണെങ്കിലും എനിക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം മുമ്പൊക്കെയാണ് അവര് നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ കുറെ കാലമല്ലേ അവരാണെങ്കിലും അടുക്കള കയറിട്ട് അവർക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും ഉണ്ടാക്കാനും അറിയത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക കാര്യങ്ങള്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, നയനമോളെ എത്രയും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടണം കേട്ടോ എന്ന് പറയാണ്. ഇതോടെ കനക പറഞ്ഞു, നയന ഉടനെ വരുമെന്ന് തോന്നില്ല. ആദർശ് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം അവള് വരുന്നുള്ളെന്നാ പറഞ്ഞേ. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതുവരെ എന്തിനാ കാത്തിരിക്കുന്നേ? മലയ്ക്ക് പോയിട്ട് വരുന്നോടം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ദേവേനയുടെ കാര്യം ഓർത്തിട്ടാണ് അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ദേവേന്റെ ഞാൻ പറഞ്ഞ് നിർത്തിക്കോളാന്ന് പറയാ. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, അവള് വീട്ടിലേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. നയനമോൾ അങ്ങോട്ട് വരട്ടെ, ഒരു പ്രശ്നമൊന്നും ഉണ്ടാകും, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, അറിയാലോ ഇപ്പൊ തന്നെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ മോളുടെ മനസ്സിന് ഇപ്പോഴും ഒരു സന്തോഷമായിട്ടില്ല. ഇത്രയും കാലമായിട്ടും മൂർത്തി സാറിന് അറിയാലോ എന്റെ മോളെ അംഗീകരിക്കാനായിട്ട് ഈ പറയുന്ന ദേവേനെ ആരും കൂട്ടാക്കില്ല. അങ്ങനെയുള്ള വീട്ടിലേക്ക് ഇനി എന്റെ മോളെ എനിക്ക് വിടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ദേവേനു എന്തെങ്കിലും ഒരിക്കൽ അംഗീകരിക്കുന്ന കരുതി ഇത്രയും കാലം കാത്തിരുന്നേ. പക്ഷെ ഇന്ന് വരെ നയനമോളുടെ മനസ്സ് തിരിച്ചാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് പറയണം. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ഇങ്ങനെയൊക്കെയാ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ. ചിലപ്പോൾ ദൈവത്തിന് വേറെ എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല മനസ്സുള്ള നയനമോളെ മനസ്സിലാക്കാതിരിക്കാനായിട്ട് ദേവേനിക്ക് പറ്റുമോന്ന് ചോദിക്കാം. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വന്നു. നന്ദുവിനെ ഇപ്പൊ അങ്ങോട്ടൊന്ന് കാണാൻ പോലെയല്ലോ, ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണ്ടേന്ന് ചോദിക്കും. നന്ദു പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം എന്തുകൊണ്ടാ വരാത്തേന്ന്. ഇനിയിപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ആരെങ്കിലും പറഞ്ഞാലോ എന്ന് ഓർത്തായിരിക്കും. അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നന്ദുവിന്റെ ചേച്ചി ഒരാളുണ്ട്, നവ്യ. നവ്യനെ കാണാൻ അങ്ങോട്ട് വരാൻ വേണ്ടെന്ന് ചോദിക്കും. ഇതേട്ടപ്പം നന്ദു പറഞ്ഞു, അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കില്ല. എനിക്ക് മനസ്സിലായി മോളുടെ മനസ്സെന്താന്ന്. ഇപ്പോഴെനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്, ഒരു പക്ഷേങ്കിൽ ഒരു ദിവസം മുമ്പേ എങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിൽ അനാമിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലായിരുന്നു. നന്ദുവിനെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവേണ്ടായിരുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പം കോയെന്നും പറഞ്ഞു, ഒരു കണക്കിന് നന്നായി മൂർത്തി സാറേ, നന്ദുവും കൂടെ അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്താവുമായിരുന്നു. ഒരിക്കലും നന്ദുവിനെ അംഗീകരിക്കാനായിട്ട് അവിടെയുള്ള ഒരു കൂട്ടാക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം വസുന്ധര പറഞ്ഞു, അത് ശരിയൊക്കെ തന്നെയാ. പക്ഷെങ്കിൽ എനിക്ക് ഇഷ്ടമാണല്ലോ. ഇപ്പൊ അനിയുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അവന് നല്ലൊരു ജീവിതമല്ല കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. എല്ലാം ദൈവനിശ്ചയമല്ലേ, അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയാം. അങ്ങനെ അവര് സംസാരിക്കുക. പക്ഷെ ഇതൊക്കെ കേട്ടോണ്ട് നയനിക്കാണ് ആകെപ്പാടെ വെപ്രാളവാ. മുത്തശ്ശനോടും മുത്തശ്ശിയോടും കള്ളത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തീരും എങ്ങനെയെന്ന് തീരും അറിയത്തില്ല. ഇനിയിപ്പോ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോ അറിയാം. മൂർത്തി മുത്തശ്ശനും മുത്തശ്ശി ആ സത്യം തിരിച്ചറിയുവോ? ഇനിയിപ്പോ നയന അതിനകത്തുണ്ട്. നയനയാണ് കരള് ഭാഗത്ത് നൽകിയെന്നുള്ള സത്യം മിക്കവാറും അവരറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വെറുതെ ഇരിക്കില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഉടനെ തന്നെ ദേവേനെ അത് അറിയുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.